ഹലോ ഗൈസ്, നമ്മുടെ ചെമ്പനീർ പൂവിൽ ശ്രീകാന്തിന്റെയും ശ്രുതിയുടെയും കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത നിമിഷങ്ങളാട്ടോ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടേ, നമ്മുടെ ശ്രീകാന്തും വർഷയും പാതിരാത്രി മുട്ടൻ ഉറക്കത്തിലാണ്. അപ്പൊ ശ്രീകാന്തിന് പെട്ടെന്ന് ഒരു കോള് വരുക. ആരുടെ? നമ്മുടെ പുതിയ ഷെഫ് പെണ്ണിന്റെ. അപ്പൊ ആ പെണ്ണും പിള്ളയാണെങ്കിൽ രാത്രി പാതിരാത്രി ആണെങ്കിൽ ഒന്നും നോക്കാതെ എനിക്ക് പുതിയ ഐഡിയ ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ വർഷ പറയുന്നുണ്ട്, ആരാടാ ഇപ്പൊ അതിരാത്രിയില് അപ്പുറത്തോട്ട് പോടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് രാത്രി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ശ്രുതി എന്തൊക്കെയോ കള്ളത്തരൊപ്പിക്കാൻ വേണ്ടി അവിടെ മുറിയുടെ പുറത്ത് അവിടെ ഹോളിൽ ഇങ്ങനെ പതുങ്ങി നടക്കുന്നുണ്ടായിരിക്കേ. പിന്നീട് നമ്മുടെ ശ്രീകാന്ത് അവിടെ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ശ്രീകാന്തിന്റെ കണ്ണിൽ പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ വർഷ കുറെ നേരമായിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കാണാതാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നിന്നെ ഞാൻ നാളെ ഇതേപോലെ വിളിക്കും, ഇത്രോ നേരം എന്നോട് നീ സംസാരിച്ചോളണം എന്ന് പറയും. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, അയ്യോ പകല് സമയത്ത് എനിക്ക് വർക്കുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വർഷ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ മോനെ, നീ എന്നോട് സംസാരിച്ചേ പറ്റൂ എന്ന് പറയുകയാണേ. മിക്കവാറും വർഷയും ശ്രീകാന്ത് കൂടെ തിരികെ മുറിയിലേക്ക് പോകുന്ന സമയം നമ്മുടെ ശ്രുതി അവരുടെ കണ്ണിൽ പെട്ടാ പിന്നെ തീർന്നു. ശ്രീകാന്തിന്റെ കാര്യത്തിൽ തീരുമാനമായ പോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കാര്യത്തിലും തീരുമാനമാവും അല്ലെ. പിന്നീട് നമ്മുടെ രേവതി അടുക്കളയിലെ പണിയും കുറച്ച് പൂ ഓർഡർ ഉണ്ടെന്നും പറഞ്ഞ് അതും കെട്ടാൻ വേണ്ടിയൊക്കെ ഇരിക്കുക. അപ്പൊ സച്ചി പറയുന്നുണ്ട്, നിന്നെ തല മുറിഞ്ഞിരിക്കുവല്ലേ, 2 ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കണം എന്ന് പറയുകയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ സ്കൂട്ടറിന് ഇങ്ങനെ കറങ്ങി അടിച്ച് ഉല്ലസിച്ച് നടക്കുന്നതും കാണാവേ. അപ്പൊ എന്തായാലും നോക്കാം നമുക്കല്ലേ, കാത്തിരിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.